മഹാദേവൻ മുതലാളി പുള്ളിക്ക് ഇതെല്ലാം അറിയാവുന്ന. ചമ്മല് കാരണം കല്യാണത്തിന് ഇങ്ങോട്ട് വരികയോ സംസാരിക്കുകയോ ഇല്ല. എല്ലാം എന്നെ ഏൽപ്പിച്ചിരിക്കല്ലേ. കല്യാണം കഴിഞ്ഞ് കുട്ടിയും കുട്ടി അങ്ങോട്ട് എന്നാൽ അവര് സ്വീകരിച്ചോളും. എല്ലാം ചെന്താമരയുടെ ഭാഗ്യം. എന്നാലും ഒരെന്നാലും ഇല്ല, ഇതങ്ങോട്ട് ഉറപ്പിച്ചു. മച്ചാൻ പറഞ്ഞാ ഞങ്ങൾ അനുസരിച്ചിട്ടല്ലേ ഉള്ളൂ. എങ്കിൽ ഈ വീട്ടിന്റെ മുമ്പിൽ വെച്ച് ഈ കല്യാണം അടിപൊളിയായിട്ടങ്ങ് നടത്തും. ലിസ്റ്റ് പോടാ. அந்த ஆளு சொல்லும்போது கூட சொல்றது 2. ஆளு சொல்லும்போது கூட சொல்லுன்னு வச்சா மைக்கு அந்த வாழைப்பிண்டி லைட் 8. ട്യൂബ് ലൈറ്റ്. அப்புறம் அந்த மின்னா மின்னி லைட் இல்லையா, அது 2 ഡജൻ போடு. ഈ കത്തയെ അണയം ചെയ്യുന്ന സ്റ്റീരിയൽ ലൈറ്റ്. ഇതൊക്കെ ഉപയോഗിച്ചുള്ള കല്യാണം ഈ ചേരിയിൽ ആദ്യ. നീ ഭാഗ്യവാനാടാ ഉണ്ണികൃഷ്ണ. ഇവിടെ നിൽക്കുക. എടാ, ഇന്ന് നിന്റെ കല്യാണമാ, നമുക്ക് പോവണ്ടേ? അച്ഛന്റെ അനുഗ്രഹം വാങ്ങാതെ ഞാൻ വരില്ല. എങ്കിൽ ഒരു കാര്യം ചെയ്യും, കുറച്ച് വെറ്റിലേയും പാക്കുവായിട്ട് എന്ന് എല്ലാ വിവരങ്ങളും തുറന്നു പറഞ്ഞ് അനുഗ്രഹം വാങ്ങിച്ചിട്ടുവാ. അല്ല പിന്നെ കല്യാണം അച്ഛൻ അറിയണ്ട, പക്ഷെ അനുഗ്രഹം വാങ്ങണ്ടേ, അല്ലെങ്കിൽ എനിക്ക് ശാപം കിട്ടും. എടാ, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. വാ. എങ്ങനെ? നീ ആദ്യം വാ. ചെല്ലടാ. എന്താ ഇത്? എന്തു പറ്റിയടാ? പെട്ടെന്ന് എന്താ രണ്ടുപേർക്കും ഒരു പരുങ്ങല്? അച്ഛാ, ഇന്നുവിന്റെ കല്യാണോ? ഒന്നുമല്ലല്ലോ ഇത്രയും സ്വാതന്ത്ര്യവും എന്റെ മകന്റെ കൂട്ടുകാരനെന്ന് അംഗീകാരവും ഞാൻ നിനക്ക് തന്നിട്ടും നീ എന്താ എന്നോട് പറയാഞ്ഞേ? എന്നെ എന്താ ക്ഷണിക്കാഞ്ഞേ? ഞങ്ങളൊക്കെ പാവങ്ങളല്ലേ. സാറൊക്കെ ഞങ്ങളുടെ കല്യാണത്തിന്, അതും ചേരിയില്, അവിടെ ഒന്നും സാറിന് വരാൻ പറ്റിയ സ്ഥലങ്ങളല്ലേ. ഞങ്ങൾ ഇറങ്ങട്ടെ. നന്നായിരിക്കട്ടെ. രക്ഷപ്പെട്ടു. ഇല്ല, എത്ര ദിവസമായടാ നിന്റെ കല്യാണം കഴിഞ്ഞിട്ട്? നീ ഇതുവരെ ഇവിടെ ഒന്ന് പുറത്തു കൊണ്ടുപോയിട്ടുണ്ടോ? അവൾക്ക് കല്യാണത്തിന് വരണമെന്നുണ്ട്. അയ്യോ, ഇനി ഒരുങ്ങി വരുമ്പോഴേക്കും ഒരുപാട് സമയാവില്ലേ? ഞാൻ ഒരുങ്ങി തന്നെയാ നിൽക്കുന്നത്. എന്നാ പിന്നെ വന്നോട്ടെ അല്ലേ? എല്ലാം അറിയാലോ, അതനുസരിച്ച് പെരുമാറണം. എന്താ ഒരു രഹസ്യം? അച്ഛന്റെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങണമെന്ന് പറയായിരുന്നു. കല്യാണം കഴിഞ്ഞ് അവളെയും കൂട്ടി നേരെ ഇങ്ങി പോന്നു. അമ്മയ്ക്കും എനിക്ക് അടുക്കളയിൽ ഒരു കൂട്ടാവട്ടെ എന്ന് കരുതി ഞാൻ നിർബന്ധിച്ച് കൊണ്ടുവന്നതാ. അതേതായാലും നന്നായി. ഗോമതി അമ്മേ, അവളെയും കുട്ടി അകത്തേക്ക് പോ. നന്നായി. ആഹാ, മോള് മാറ്. ഇനി അടുക്കള കാര്യങ്ങളൊക്കെ ഇവള് നോക്കിക്കോളും. വന്ന് കയറിയതല്ലേ ഉള്ളൂ, എല്ലാം ഒന്ന് ശീലാവട്ടെ. ഞാൻ ചെയ്തോളാം ചേച്ചി. വേഗം ആയിക്കോട്ടെ. ഉണ്ണിക്ക് എവിടെയാ പോണെന്ന് പറഞ്ഞ കേട്ടു. എവിടെ? അവന്റെ കാര്യല്ലേ, ഒരു പോക്കും വരവും. എന്താ മോനെ? അമ്മ, ആ പെണ്ണെങ്ങനുണ്ട്? പെണ്ണോ? ഡ്രൈവറുടെ ഭാര്യ. അടുക്കളപ്പണിയൊക്കെ അറിയാൻ തോന്നുന്നു. പിന്നെ കുറച്ച് വൃത്തിയും മെനയൊക്കെ ഉള്ള കൂട്ടത്തിലാ. നല്ല ഉറക്കോ? അതെ, എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞെന്നാ തോന്നുന്നു. നീ പൊയ്ക്കോ. ആരെയും കണ്ട? ദൈവമേ, എനിക്ക് ആകെ പേടിയാവണം. എനിക്ക് കല്യാണത്തിന് മുമ്പായിരുന്നു പേടി. കല്യാണം കഴിഞ്ഞപ്പോ പേടി ഒന്നുകൂടി കൂടി. അവസാനം ഏറുകൊണ്ട പട്ടിയെ പോലെ. ഞാനാ ബാലകൃഷ്ണൻ. എനിക്ക് തുറക്കണം. എന്താ? എന്ത് പറ്റിയടാ? മോങ്ങാതെ പറ. എങ്ങനെ പോയി? എന്ത് തോറ്റു? ലക്ഷ്മിയെ കാണാൻ പുറത്തിറങ്ങി വന്നാൽ എന്ത് ചെയ്യും? എന്താ ബാലകൃഷ്ണൻ? ആരോ ഒരുത്തൻ ജനാലയിൽ വന്ന് എത്തി നോക്കി. ഞാൻ ജനാല ശക്തിയായി തുറന്നു. അയാൾ താഴെ വീണു. അയ്യോ, ഇതെന്ത് പറ്റി? മൂക്കിന് രക്തം വരുന്നുണ്ടല്ലോ. അപ്പൊ താനായിരുന്നു ജനാലയ്ക്കല്.
ഞാൻ വിചാരിച്ചേതോ കള്ളനായിരിക്കും. അല്ല സാറേ, ഇയാൾ കല്യാണം കഴിച്ചാന്നു? അല്ല. അപ്പൊ അത് തന്നെ, ജനലിൽ കൂടെ ഒളിഞ്ഞു നോക്കി. ഫസ്റ്റ് നൈറ്റ് ഒക്കെ അല്ലേ? ബാലകൃഷ്ണത്ത് കിടന്നു. ഓരോരുത്തന്മാരുടെ കാര്യം. ഇനി കുറച്ച് ദിവസത്തേക്ക് ഉണ്ണികൃഷ്ണ അവിടെ ഇനി കുറച്ച് ദിവസത്തേക്ക് അവന്റെ ശല്യമേ കാണത്തില്ല. എനിക്ക് നേരത്തെ സംശയമുണ്ട് ഇവന്റെ കാര്യത്തില്. പോയി കിടന്നുറങ്ങടാ. പോകാൻ പോടി. ആരായിരിക്കും? ആരാന്ന് ചോദ്യേ? ആരാ? ഞാൻ ലക്ഷ്മിയാ. രണ്ടുപേരും കൂടെ ഒരുമിച്ച് നീങ്ങുന്നു. നീ വാ. ലക്ഷ്മി എന്താ ഇവിടെ? ബാലേട്ടൻ എന്താ ഇവിടെ? ഞാൻ ഒരു കള്ളനെ പിടിക്കാൻ വേണ്ടി വന്നു. കള്ളനോ? ആ, കല്യാണം കഴിക്കാത്ത ഒരു കള്ളൻ. എന്തോന്ന്? ആ, അതിന്റെ ഏനക്കേട്. ഇതൊന്നും പറയാൻ നിനക്ക് മനസ്സിലാവത്തില്ല. നീ വന്നേ, നീ വന്നേ. നീ ഇതുവരെ പോയില്ലേ? ഞാൻ ജനല് തുറന്നിടണ അടയ്ക്കണ. പോടാ. സന്തോഷായില്ലേ? മനസ്സിലായില്ല. നീ എന്താണ് പറയുന്നത്? അപ്പൊ ഞാൻ ഊഹിച്ചത് ശരി തന്നെ. അച്ഛാ, ഞാൻ ഇന്നലെ തൊട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയതാ. എടാ, ഭാര്യ ഭാര്യ എന്ന് പറഞ്ഞതുകൊണ്ട് ഭാര്യ കിട്ടില്ല, അതിന് കല്യാണം കഴിക്കണം. അച്ഛാ, ഇവന് ഉടനെ ഒരു കല്യാണം വേണമെന്നാ പറയണത്. അയ്യേ, വൃത്തികേട് പറയില്ലേ. ഭാര്യ വേണമെന്ന് കണ്ടു, പൊളിച്ചു നോക്കിയപ്പോ കണ്ടു. മേലാലത്തിനും വൃത്തികേടുകൾ കാണിച്ചാലുണ്ടല്ലോ, അടിച്ചതിന്റെ എല്ലാവരും ഇത്രയും പ്രായമായിട്ടും കല്യാണം കഴിക്കാത്തതിന്റെ പ്രശ്നങ്ങൾ അച്ഛതൊക്കെ. കുറെ കാലമായില്ലേ അവൻ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട്. അല്ലെങ്കിൽ ഇന്നലത്തോടെ ഞാൻ അവനെ പറഞ്ഞയക്കുമായിരുന്നു. ഒന്നും പറയണ്ട. സമയാകുമ്പോ ഞാൻ തന്നെ അച്ഛനോട് പറഞ്ഞ് കെട്ടിച്ച് തരാട്ട. എന്താ വേലു, മോന്തയ്ക്ക് പട്ടി അടിച്ചോ? ഓ, ഏത്തപ്പഴം. തനിക്ക് എഴുതി കൂടോ? അക്ഷരാഭ്യാസം ഇല്ല അല്ലേ? ആ, പറ. കൊച്ചുവേളിയിലെ കൊച്ചുവേളിയിലെ കൊച്ചു കല്യാണി. കൊച്ചുമുതല കൊച്ചുമുതലാളി. കൊച്ചുമുതലാളി മഹാ തെണ്ടിയോ? ഓ, മഹാഭാഗ്യം. മഹാവിഷ്ണു. തെണ്ടിയോ? തെണ്ടിയൊന്ന് വിളിക്കണ പട്ടി.